ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വാല്യൂ എന്നൊരു ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. വാല്യൂ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എന്താണ് വാല്യൂ എന്ന് ചോദിക്കാറുണ്ട്. വാല്യൂ അല്ലെങ്കിൽ മൂല്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്യൂസ് ഓഫ് റൈറ്റ് ഓർ റോങ് ആർ റിലേറ്റഡ് ടു വൺസ് വാല്യൂസ്. അതായത് ശരി ഏത് തെറ്റേത് എന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള റിലേഷൻസ് അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ടിരിക്കുന്ന അത് ആളുടെ വാല്യൂസുമായി ബന്ധപ്പെട്ടാണ്. വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ വാല്യൂസ് ആർ അവർ സ്റ്റാൻഡേർഡ് ഓഫ് റൈറ്റ് ആൻഡ് റോങ്. ശരി തെറ്റ് എന്നതിനെക്കുറിച്ചിട്ടുള്ള നമ്മളുടെ സ്റ്റാൻഡേർഡിനെയാണ് വാല്യൂസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. വാല്യൂസ് ആർ അവർ സ്റ്റാൻഡേർഡ്, അതായത് ഓരോ വ്യക്തിയുടെയും ഉള്ളിലുള്ള സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ വ്യക്തി കൽപ്പിക്കുന്ന സ്റ്റാൻഡേർഡാണ്. വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡിനെയാണ് വാല്യൂസ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു മിൽട്ടൺ റോക്കി, എ നോട്ടഡ് സൈക്കോളജിസ്റ്റ്, values are global beliefs that guide actions and judgments across a variety of situations. നമ്മുടെ ലൈഫിലുണ്ടാകുന്ന വ്യത്യസ്ത സിറ്റുവേഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള ചില ആക്ഷൻസ് അല്ലെങ്കിൽ ഗ്ലോബൽ ബിലീഫ്സുകളെയാണ് വാല്യൂസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. വെറൈറ്റി ഓഫ് സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന ചില സർട്ടൻ ഗൈഡൻസ് ഓഫ് ആക്ഷൻസ് ആകാം, അല്ലെങ്കിൽ ഗ്ലോബൽ ബിലീഫ്സ് ആകാം, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള വിശ്വാസമാകാം. ഇതിനെയാണ് നമ്മൾ വാല്യൂസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. വാല്യൂസ് ആർ ദ ഗ്ലോബൽ ബിലീഫ് ദാറ്റ് ഗൈഡ് ആക്ഷൻസ് ഗൈഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി നടപ്പിലാക്കാൻ വേണ്ടി സഹായിക്കുന്നതോ അതല്ലെങ്കിൽ വ്യത്യസ്ത സിറ്റുവേഷൻസുകളിൽ ജഡ്ജ്മെൻറ്റ് നടപ്പിലാക്കാൻ വേണ്ടി ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യുന്നതുമായിട്ടുള്ള അയാളുടെ ഉള്ളിലുള്ള ചില ബിലീഫുകളെയാണ് എന്ന് പറയുന്നത് വാല്യൂസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. വാല്യൂസ് ആർ ദ ഡീപ്പ് സീറ്റഡ് ഐഡിയാസ്, അല്ലെങ്കിൽ ആഴത്തിലുള്ള ആശയങ്ങളാണ് വാല്യൂസ് എന്ന് പറയുന്നത്. ആൻഡ് ഫീലിങ്സ് ദാറ്റ് മാനിഫെസ്റ്റ് ദംസെൽസ് ആസ് ബിഹേവിയർ ഓർ കണ്ടക്ട് ദീസ് വാല്യൂസ്. ഒരു വ്യക്തിയുടെ ആഴത്തിലുള്ള ഐഡിയാസോ അല്ലെങ്കിൽ ഫീലിങ്സോ അയാളുടെ ബിഹേവിയർ ആയിട്ട് പ്രതിഫലിക്കുക അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതിനാണ് അതിൻ്റെ വാല്യൂസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. വാല്യൂസ് ആർ ദ ഡീപ്പ് സീറ്റഡ് ഐഡിയാസ് ആൻഡ് ഫീലിങ്സ് ദാറ്റ് മാനിഫെസ്റ്റ് ദംസെൽസ് ആസ് ബിഹേവിയർ ഓർ കണ്ടക്ട് ദീസ് വാല്യൂസ്. ബിഹേവിയർ ആയിട്ട് രൂപാന്തരപ്പെടുന്നതോ അല്ലെങ്കിൽ വാല്യൂസ് ആയിട്ട് കണ്ടക്ട് ചെയ്യപ്പെടുന്നതോ ആയിട്ടുള്ള ഡീപ്പ് സീറ്റഡ് ഐഡിയാസിനെ അല്ലെങ്കിൽ ഫീലിങ്സിനെയാണ് വാല്യൂ അല്ലെങ്കിൽ മൂല്യം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി വാല്യൂസിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് വാല്യൂസ് ആർ ദ ബേസിസ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി ആൻഡ് ആർ എ വെരി പവർഫുൾ ബട്ട് സൈലൻറ്റ് ഫോഴ്സ് അഫക്റ്റിംഗ് ദ ഹ്യൂമൻ ബിഹേവിയർ. അതായത് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയുടെ പ്രധാനപ്പെട്ട ബേസിസാണ് അദ്ദേഹത്തിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ വെരി പവർഫുൾ ബട്ട് സൈലൻറ്റ് ഫോഴ്സ് അഫക്റ്റിംഗ് ദ ഹ്യൂമൻ ബിഹേവിയർ. വളരെയധികം ശക്തിയുള്ളതും അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോഴ്സാണ്. പക്ഷെ അതെന്താണ്? ഇറ്റ് ഈസ് എ സൈലൻറ്റ് ഫോഴ്സ് അഫക്റ്റിംഗ് ദ ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സൈലൻറ്റ് ഫോഴ്സ് കൂടിയാണ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ വാല്യൂസ് ആർ ദ ബേസിസ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. ഹ്യൂമൻ പേഴ്സണാലിറ്റിയുടെ ഒരു ബേസിസാണ്. ആൻഡ് ആർ എ വെരി പവർഫുൾ ബട്ട് സൈലൻറ്റ് ഫോഴ്സ് അഫക്റ്റിംഗ് ദ ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു സൈലൻറ്റ് ഫോഴ്സ് കൂടിയാണ് വാല്യൂസ് എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നത് വാല്യൂസ് ആർ സോ മച്ച് എംബഡഡ് ഇൻ ദ പേഴ്സണാലിറ്റീസ് ഓഫ് ദ പീപ്പിൾ. ആളുകളുടെ പേഴ്സണാലിറ്റീസിൽ കൂടുതലായിട്ട് എംബഡഡ് ചെയ്തിരിക്കുന്ന ഒന്നാണ് വാല്യൂസ് എന്ന് പറയുന്നത്. ദാറ്റ് ദേ ക്യാൻ ബി ഇൻഫേർഡ് ഫ്രം പീപ്പിൾസ് ബിഹേവിയർ ആൻഡ് ദെയർ ആറ്റിറ്റ്യൂഡ്സ്. പീപ്പിൾസിൻ്റെ ബിഹേവിയറിൽ നിന്നും ആറ്റിറ്റ്യൂഡ്സിൽ നിന്നും ഇൻഫർ ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയിൽ കൂടുതലായിട്ട് എംബഡഡ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ സിറ്റുവേഷനാണ് വാല്യൂസ് എന്ന് പറയുന്നത്. വാല്യൂസ് ആർ സോ മച്ച് എംബഡഡ് ഇൻ ദ പേഴ്സണാലിറ്റീസ് ഓഫ് ദ പീപ്പിൾ. ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ആ വ്യക്തി നൽകുന്ന വാല്യൂസാണ്. ആൻഡ് ദേ ക്യാൻ ബി ഇൻഫേർഡ് ഫ്രം പീപ്പിൾസ് ബിഹേവിയർ ആൻഡ് ദെയർ ആറ്റിറ്റ്യൂഡ്സ്. അവരുടെ ബിഹേവിയറിലും ആറ്റിറ്റ്യൂഡിലും അത് പ്രതിഫലിച്ച് കാണാൻ കഴിയുകയും ചെയ്യും. വാല്യൂസ് ടെൻഡ് ടു ബി റിലേറ്റീവ്ലി സ്റ്റേബിൾ ആൻഡ് എൻഡ്യൂറിങ്. വാല്യൂസ് എന്നുള്ളത് പൊതുവേ സ്റ്റേബിൾ ആണ്. അതുപോലെ തന്നെ സിഗ്നിഫിക്കൻറ്റ് പോർഷൻസ് ഓഫ് വാല്യൂസ് വി ഹോൾഡ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ അവർ ഏർലി ഇയേഴ്സ് ഫ്രം പാരൻസ്, ടീച്ചേഴ്സ് ആൻഡ് അതേഴ്സ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഓരോ വാല്യൂസും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് നമ്മുടെ പാരൻസിൽ നിന്നോ ടീച്ചേഴ്സിൽ നിന്നോ റിലേറ്റീവ്സ് ആയിട്ടുള്ള മറ്റുള്ളവരിൽ നിന്നോ അതേഴ്സിൽ നിന്നൊക്കെ ആയിരിക്കും പൊതുവെ, അല്ലെങ്കിൽ പബ്ലിക്സിൽ നിന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വാല്യൂസ് എന്നുള്ളത് പൊതുവെ രൂപീകരിക്കപ്പെടുന്നത്. സോ ദീസ് വാല്യൂസ് ആർ ഒറിജിനലി ലേൺഡ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഒറിജിനലി ലേൺ ചെയ്തിട്ടുള്ള വാല്യൂസാണ്. നെക്സ്റ്റ്, വാല്യൂസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫൗണ്ടേഷൻസ് ഓഫ് വൺ ക്യാരക്ടർ. ഒരു വ്യക്തിയുടെ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് അയാളുടെ വാല്യൂസ് എന്ന് പറയുന്നത്. ദേ ആർ അറ്റ് ദ കോർ ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് എ പവർഫുൾ ഫോഴ്സ് അഫക്റ്റിംഗ് ദ ബിഹേവിയർ. പേഴ്സണാലിറ്റിയുടെ ഒരു അടിസ്ഥാന ഘടകമാണ് വാല്യൂസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പവർഫുൾ ഫോഴ്സ് കൂടിയാണ് വാല്യൂസ് എന്ന് പറയുന്നത്. സോ ദേ ആർ അറ്റ് ദ കോർ ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് എ
പവർഫുൾ ഫോഴ്സ് അഫക്റ്റിംഗ് ദ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പവർഫുൾ ഫോഴ്സും അതോടൊപ്പം തന്നെ പേഴ്സണാലിറ്റിയുടെ ഒരു കോറുമാണ് വാല്യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാല്യൂസ് ആർ അബ്സ്ട്രാക്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് വാട്ട് പീപ്പിൾ ബിലീവ് ടു ബി റൈറ്റ്, പ്രോപ്പർ ആൻഡ് വർത്ത് വൈൽ ടു പേഴ്സ്യൂ. വാല്യൂസ് എന്ന് പറഞ്ഞാൽ അതൊരു അബ്സ്ട്രാക്റ്റ് റെപ്രസെൻറ്റേഷൻ, അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ പ്രതിഫലനമാണ് ഓഫ് വാട്ട് പീപ്പിൾ ബിലീവ് ടു ബി റൈറ്റ്, എന്താണ് ആളുകൾ ശരിയെന്നും അതുപോലെ തന്നെ പ്രോപ്പർ എന്നും അതുപോലെ തന്നെ വർത്ത് വൈൽ ടു പേഴ്സ്യൂ ആയിട്ട് കണക്കാക്കുന്നത് എന്നതിൻ്റെ ഒരു അബ്സ്ട്രാക്റ്റ് റെപ്രസെൻറ്റേഷനാണ് വാല്യൂസ് എന്ന് പറയുന്നത്. വാല്യൂസ് ആർ അബ്സ്ട്രാക്റ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് വാട്ട് പീപ്പിൾ ബിലീവ് ടു ബി റൈറ്റ്, ആളുകൾ ശരി ഏതെന്ന് ബിലീവ് ചെയ്യുന്ന ഒരു റെപ്രസെൻറ്റേഷനാണത്. പ്രോപ്പർ ആൻഡ് വർത്ത് വൈൽ ടു പേഴ്സ്യൂ. നെക്സ്റ്റ്, സം വാല്യൂസ് ആർ നോട്ട് ഫിക്സഡ് ബട്ട് ദേ ചേഞ്ച് അവർ ടൈം ആൻഡ് സിറ്റുവേഷൻ. ചില വാല്യൂസ് എന്ന് പറയുന്നത് പലപ്പോഴും എന്തല്ല, ഫിക്സഡ് അല്ല, പക്ഷേ അതെന്ത് ചെയ്യുന്നുണ്ട്, ദേ ചേഞ്ച് അവർ ടൈം ആൻഡ് സിറ്റുവേഷൻ. നമ്മളുടെ സമയത്തിനനുസരിച്ചിട്ടും അതുപോലെ തന്നെ സിറ്റുവേഷൻ അനുസരിച്ചും ചേഞ്ച് ചെയ്യുന്ന വാല്യൂസാണത്. സിറ്റുവേഷൻ അനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ സമയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യപ്പെടുന്ന വാല്യൂസും ഉണ്ട്. സോ സം വാല്യൂസ് ആർ നോട്ട് ഫിക്സഡ്, എല്ലാ വാല്യൂസ് ഫിക്സഡ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നെക്സ്റ്റ്, ദ വാല്യൂസ് വിച്ച് ആർ ഇൻറ്റേർണലൈസ്ഡ് ബൈ എൻ ഇൻഡിവിജ്വൽ ബിക്കംസ് എ പാർട്ട് ഓഫ് ഹിസ് പേഴ്സണാലിറ്റി. ഒരു ഇൻഡിവിജ്വൽ ഇൻറ്റേർണലൈസ് ചെയ്തിട്ടുള്ള വാല്യൂസ് എന്നുള്ളത് അയാളുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമാണ്. ദ വാല്യൂസ് വിച്ച് ആർ ഇൻറ്റേർണലൈസ്ഡ് ബൈ എൻ ഇൻഡിവിജ്വൽ ഇൻറ്റേർണലൈസ് ചെയ്തിട്ടുള്ള വാല്യൂസ് എന്നുള്ളത് പേഴ്സണാലിറ്റിയുടെ ഒരു പാർട്ടാണ്. സോ ദ വാല്യൂസ് വിച്ച് ആർ ഇൻറ്റേർണലൈസ്ഡ് ബൈ എൻ ഇൻഡിവിജ്വൽ ബിക്കംസ് എ പാർട്ട് ഓഫ് ഹിസ് പേഴ്സണാലിറ്റി. നെക്സ്റ്റ്, വാല്യൂസ് ഹാവ് ഇൻറ്റൻസിറ്റി ആൻഡ് കണ്ടൻറ്റ് ആട്രിബ്യൂട്ട്സ്. വാല്യൂസിൻ്റെ മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ അതിന് ഇൻറ്റൻസിറ്റി ഉണ്ട്. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂച്ചറിൽ ഇനി എന്താകുമെന്നതിനെക്കുറിച്ചുള്ള ഒരു ആകാംക്ഷ ഉണ്ടാകും. അതുപോലെ തന്നെ കണ്ടൻറ്റുകളുണ്ട്, വാല്യൂസിന് പ്രത്യേകമായിട്ടുള്ള കണ്ടൻസുകളും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത്രയൊക്കെയാണ് വാല്യൂസിൻ്റെ പ്രധാനപ്പെട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി വാല്യൂസിനെ നമുക്ക് രണ്ടാക്കി തിരിക്കാം. ഒന്ന് ഇൻസ്ട്രുമെൻറ്റ് വാല്യൂസ് എന്നും പിന്നെ അതുപോലെ തന്നെ ടെർമിനൽ വാല്യൂസ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് വാല്യൂസ് ഏതൊക്കെയാണ് നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. അതായത് അക്കോർഡിംഗ് ടു റോക്കിയുടെ അഭിപ്രായ പ്രകാരം ഇൻസ്ട്രുമെൻറ്റ് വാല്യൂസ് ആയിട്ട് പറയുന്നത് ഏതൊക്കെയാണ്? ഹാർഡ് വർക്ക് ആൻഡ് അച്ചീവ്മെൻറ്റ്. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കഠിനാധ്വാനവും അതുപോലെ തന്നെ കഠിനാധ്വാനത്തിൽ കൂടെ വളർച്ച നേടുകയും. എഡ്യൂക്കേഷൻ ആൻഡ് ഇൻ്റലക്ച്വൽ പേഴ്സ്യൂട്ട്സ്, വിദ്യാഭ്യാസം അതുപോലെ തന്നെ ബുദ്ധിപരമായ വളർച്ച. സെൽഫ് സഫിഷ്യൻസി ആൻഡ് ഇൻഡിപെൻഡൻസ്, അതായത് സ്വയം കാര്യക്ഷമത ഉണ്ടാവുക അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു ശേഷി, അതാണ് ഇൻഡിപെൻഡൻസ് പറഞ്ഞത്. ട്രൂത്ത്ഫുൾനെസ് ആൻഡ് ഹോണസ്റ്റി, സത്യസന്ധമായിട്ടും ഇൻറ്റിഗ്രിറ്റി ആയിട്ടുള്ള പ്രവർത്തനം. അസർട്ടീവ്നെസ്, സ്റ്റാൻഡിങ് അപ്പ് ഫോർ യുവർ സെൽഫ്, അതായത് സ്വന്തമായിട്ട് എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരവസ്ഥ. ബീയിങ് വെൽ മാനേർഡ് ആൻഡ് കോർട്ടിയസ് ടുവേഴ്സ് അതേഴ്സ്, നല്ല രീതിയിൽ പെരുമാറ്റം നടപ്പിലാക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരോട് പൊളൈറ്റായിട്ട് രീതിയിലുള്ള പെരുമാറ്റം ഫോളോ ചെയ്യുക. ഓപ്പൺ മൈൻഡഡ്നെസ്, റിസപ്റ്റിവിറ്റി ടു ന്യൂ ഐഡിയാസ്, അതായത് തുറന്നു പറയുന്ന മനോഭാവം അതുപോലെ തന്നെ പുതിയ ഐഡിയാസ് സ്വീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു മനോഭാവം. കെയറിങ് ടുവേഴ്സ് അതേഴ്സ്, മറ്റുള്ളവരെ പരിഗണിക്കുന്ന ഒരു മനോഭാവം. ഇതും പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻറ്റ് വാല്യൂസാണ്. മറ്റുള്ളവരുടെ ആശയങ്ങളെയും അല്ലെങ്കിൽ എംപതി എന്ന് പറയാം, ഇതും പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻറ്റ് വാല്യൂസായിട്ട് കണക്കാക്കുന്നതാണ്. ഇനി ടെർമിനൽ വാല്യൂസ് ആയിട്ട് പറയുന്നത് ദീസ് ആർ ദോസ് എൻഡ് സ്റ്റേറ്റ് ഗോൾസ് ദാറ്റ് പ്രൈസ്, അതായത് എൻഡ് സ്റ്റേറ്റ് ഗോൾസുകളാണ് ടെർമിനൽ വാല്യൂസ് എന്ന് പറയുന്നത്. ടെർമിനൽ വാല്യൂസ് ആയിട്ട് കണക്കാക്കുന്ന ഏതൊക്കെയാണ്? കംഫർട്ടബിൾ ലൈഫ് എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വമായിട്ടുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ സുരക്ഷിത ജീവിതം എന്ന് പറയുന്നത്. സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്, അതുപോലെ തന്നെ വിജയം നേടിയെടുക്കാനുള്ള ഒരു സെൻസ്. ഈക്വാലിറ്റി എമംഗ് ആൾ പീപ്പിൾ, എല്ലാവരിലും ഈക്വാലിറ്റി, എല്ലാവരെയും കിട്ടുന്ന പോലെ തന്നെ സമത്വം അവകാശം കിട്ടാനുള്ള ഒരു എയിം. ഹാപ്പിനെസ്, സാറ്റിസ്ഫാക്ഷൻ ഇൻ ലൈഫ്, സന്തോഷം അതുപോലെ തന്നെ ജീവിതത്തിൽ സംതൃപ്തി. പീസ് ആൻഡ് ഹാർമോണി ഇൻ ദ വേൾഡ്, സമാധാനവും അതുപോലെ തന്നെ ലോകം മുഴുവൻ അതായത് എല്ലാവിധമായിട്ട് നല്ല സ്വരച്ചേർച്ചയിൽ പോകുന്ന ഒരവസ്ഥ. നോളേജ് ആൻഡ് വിസ്ഡം, അറിവും ബുദ്ധിശക്തിയും. പ്രൈഡ് ഇൻ അക്കംപ്ലിഷ്മെൻറ്റ്, സെക്യൂരിറ്റി, ഫ്രീഡം ഫ്രം ത്രെറ്റ്, അതായത് സുരക്ഷിതത്വം അതുപോലെ തന്നെ ത്രെറ്റ് അഥവാ മോഷണത്തിൽ നിന്നുള്ള ഫ്രീഡം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടുള്ള ടെർമിനൽ വാല്യൂസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിൽ വാല്യൂസിന് പറയുന്നുണ്ട്, ഇൻസ്ട്രുമെൻറ്റ് വാല്യൂസ് എന്നും ടെർമിനൽ വാല്യൂസ് എന്നും. ടെർമിനൽ വാല്യൂസ് ആയിട്ടുള്ള ഈ 8 പറയുന്നത്. ഇനി വാല്യൂവും എത്തിക്സും തമ്മിലുള്ള ഡിഫറൻസ് കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് വാല്യൂസും എത്തിക്സും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് എത്തിക്സ് റെഫേഴ്സ് ടു ദ ഗൈഡ് ലൈൻസ് ഫോർ കണ്ടക്റ്റ്. ഗൈഡ് ലൈൻസ് ഫോർ കണ്ടക്റ്റ് ആണ് എത്തിക്സ് എന്ന് പറയുന്നത്. വാല്യൂസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രിൻസിപ്പൽസ് ആൻഡ് ഐഡിയൽസ്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ പെരുമാറണം എന്നതിനെ പറ്റിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ് എത്തിക്സ് എന്ന് പറയുന്നത്. വാല്യൂസ് എന്ന് പറഞ്ഞാൽ
എന്താണ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ഐഡിയാൽസ് ആണ്. അതുപോലെ അതിലെ ചില തത്വങ്ങളും അതുപോലെ തന്നെ ആശയങ്ങളുമാണ് വാല്യൂസിൽ വരുന്നത്. എത്തിക്സ് ഈസ് എ സിസ്റ്റം ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ് വാല്യൂസ് വിച്ച് ആർ ദ സ്റ്റിമുലി ഓഫ് അവർ തിങ്കിങ്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ മോറൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള മര്യാദ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. വാല്യൂസ് എന്ന് പറഞ്ഞാലോ വിച്ച് ആർ ദ സ്റ്റിമുലി ഓഫ് അവർ തിങ്കിങ്, നമ്മളുടെ ചിന്തയുടെ സ്റ്റിമുലിയാണ് വാല്യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാല്യൂസ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് ദ ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. മൈൻഡിൻ്റെ ഇമോഷണൽ ഭാഗത്തെ അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ് വാല്യൂസ് എന്ന് പറയുന്നത്. എത്തിക്സ് കമ്പൽസ് ടു ഫോളോ എ പർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ. എത്തിക്സ് എന്നുള്ളത് ഒരു പർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ ഫോളോ ചെയ്യാൻ വേണ്ടി കമ്പൽസ് ചെയ്യുന്ന ഒന്നാണ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് വാല്യൂസ് എന്നുണ്ടെങ്കിൽ എത്തിക്സ് എന്നുള്ളത് കമ്പൽസ് ടു ഫോളോ എ പർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ. എത്തിക്സ് ആർ കൺസിസ്റ്റൻറ്റ്. എത്തിക്സ് എന്നുള്ളത് സ്ഥിരമാണ് അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആണ്. ബട്ട് വാല്യൂസ് ആർ ഡിഫറെൻറ്റ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. പക്ഷേ വാല്യൂസ് എന്ന് പറയുന്നത് വ്യക്തികളിൽ നിന്നും വ്യക്തികളിലേക്ക് വ്യത്യസ്തമാണ്. എല്ലാ വ്യക്തികളും ഒരേ കാര്യങ്ങൾക്കല്ല വാല്യൂസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്തിക്സ് കൺസിസ്റ്റൻ്റ് ആകുമ്പോൾ വാല്യൂസ് എന്നുള്ളത് ഡിഫറൻ്റ് ആണ്, പേഴ്സൺ ടു പേഴ്സൺ വ്യത്യസ്തമാണ്. നെക്സ്റ്റ്, വാല്യൂസ് ടെൽസ് അസ് വാട്ട് വി വാണ്ട് ടു ഡു ഓർ അച്ചീവ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നും എന്താണ് അച്ചീവ് ചെയ്യേണ്ടതെന്നും നമുക്ക് പറഞ്ഞു തരുന്ന ഒന്നാണ് വാല്യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എത്തിക്സ് ഹെൽപ്സ് ഇൻ ഡിസൈഡിങ് വാട്ട് ഈസ് മോറലി കറക്റ്റ് ഓർ ഇൻകറക്റ്റ്. മോറലി കറക്റ്റ് ആയിട്ടുള്ളതും ഇൻകറക്റ്റ് ആയിട്ടുള്ളതും എന്താണെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നതിലൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. വാല്യൂസ് ടെൽസ് അസ് വാട്ട് വി വാണ്ട് ടു ഡു ഓർ അച്ചീവ് ഇൻ അവർ ലൈഫ്. ലൈഫിൽ അച്ചീവ് ചെയ്യേണ്ടത് എന്താണെന്നും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതും ടെൽ ചെയ്യുന്ന ഒന്നാണ് വാല്യൂസ് എന്ന് പറയുന്നത്. എത്തിക്സ് ഹെൽപ്സ് ഇൻ ഡിസൈഡിങ് വാട്ട് ഈസ് മോറലി കറക്റ്റ് ഓർ ഇൻകറക്റ്റ്. മോറലി കറക്റ്റ് ആയിട്ടുള്ളതും ഇൻകറക്റ്റ് ആയിട്ടുള്ളതും എന്താണെന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. എത്തിക്സ് ഹെൽപ്സ് ഇൻ ഡിസൈഡിങ് വാട്ട് ഈസ് മോറലി കറക്റ്റ് ഓർ ഇൻകറക്റ്റ്. മോറലി കറക്റ്റ് ആയതും ഇൻകറക്റ്റ് ആയതും എന്താണെന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എത്തിക്സ് ഡിറ്റർമിൻ ടു വാട്ട് എക്സ്റ്റെൻറ്റ് അവർ ഓപ്ഷൻസ് ആർ റൈറ്റ് ഓർ റോങ്. നമ്മളുടെ ഓപ്ഷൻസ് എത്രമാത്രം ശരിയാണ് അതുപോലെ തന്നെ തെറ്റാണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് എത്തിക്സ് എന്ന് പറയുന്നത്. എത്തിക്സ് ഡിറ്റർമിൻ ടു വാട്ട് എക്സ്റ്റെൻറ്റ് അവർ ഓപ്ഷൻസ് ആർ റൈറ്റ് ഓർ റോങ്. നമ്മളുടെ ഓപ്ഷൻസ് എത്രമാത്രം ശരിയാണ് തെറ്റാണ്, എത്രമാത്രം പരിധി വരെ ശരിയാണ് തെറ്റാണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ഒന്നാണ് എത്തിക്സ് എന്ന് പറയുന്നത്. വാല്യൂസ് ഡിഫൈൻ അവർ പ്രയോറിറ്റീസ് ഫോർ ലൈഫ്. അതായത് ലൈഫിൻ്റെ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും മുൻഗണനയുള്ള കാര്യങ്ങളാണ് വാല്യൂസ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും മുൻഗണനയായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത്. ശരി ഏതാണ് തെറ്റ് ഏതാണെന്നൊരു പരിധി വരെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയുന്നതാണ് എത്തിക്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അല്ലെങ്കിൽ മുൻഗണന കൊടുക്കുന്നതിനെയാണ് വാല്യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാല്യൂസ് റെഫർ ടു ദ ഇമ്പോർട്ടൻറ്റ് ആൻഡ് എൻഡ്യൂറിങ് പ്രിൻസിപ്പിൾസ്. വാല്യൂസ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എൻഡ്യൂറിങ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതായത് പ്രധാനപ്പെട്ട ദേ ക്യാൻ ബി പേഴ്സണൽ വാല്യൂസ്, കൾച്ചറൽ വാല്യൂസ്, കോർപ്പറേറ്റ് വാല്യൂസ് എക്സെട്ര. എത്തിക്സ് എന്നുള്ളത് എന്താ ചെയ്യുന്നത്? ഫോളോ ചെയ്യുകയും ചെയ്യുന്നത്. നെക്സ്റ്റ്, വാല്യൂസ് സെറ്റ് അവർ പ്രയോറിറ്റീസ് ഇൻ ലൈഫ് വാട്ട് വി കൺസിഡർ ഇൻ ഇറ്റ്സ് ഫസ്റ്റ് പ്ലേസ്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്താണോ എന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഏറ്റവും വാല്യൂ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ വാല്യൂസ് സെറ്റ് അവർ പ്രയോറിറ്റീസ് ഇൻ ലൈഫിൽ ഏറ്റവും പ്രയോറിറ്റി ഉള്ള കാര്യങ്ങളാണ് വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്തിനാണോ അതിനെയാണ് നമ്മളുടെ വാല്യൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓണസ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഓണസ്റ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും സത്യസന്ധതയിൽ നിന്ന് വിട്ടുവീഴ്ച വരില്ല എന്നുള്ള മനോഭാവമാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വാല്യൂ നഷ്ടപ്പെടാതിരിക്കാൻ അയാൾ ശ്രദ്ധിക്കും. വാട്ട് വി കൺസിഡർ ഇൻ ഇറ്റ്സ് ഫസ്റ്റ് പ്ലേസിൽ എന്താണ് കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ അതായിരിക്കും അവിടെ വാല്യൂസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് വാല്യൂസും എത്തിക്സും തമ്മിലുള്ള പ്രധാനപ്പെട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മളിന്ന് ചെറിയൊരു ഭാഗമാണ് എന്താണ് വാല്യൂസ് എന്ന് പറഞ്ഞു. വാല്യൂസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് വാല്യൂസും ഡിഫറൻസസ് ബിറ്റ്വീൻ വാല്യൂസ് ആൻഡ് എത്തിക്സും. വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വാല്യൂസ് എന്ന് പറഞ്ഞാൽ അവർ സ്റ്റാൻഡേർഡ് ഓഫ് റൈറ്റ് ആൻഡ് റോങ്, ശരി ഏത് തെറ്റേത് എന്നതിനെ പറ്റി നമ്മളുടെ സ്റ്റാൻഡേർഡിനെ അല്ലെങ്കിൽ ഗ്ലോബൽ ബിലീഫ് ആകാം. ദാറ്റ് ഗൈഡ് ആക്ഷൻസ് ആൻഡ് ജഡ്ജ്മെൻറ്റ്സ് അക്രോസ് എ വെറൈറ്റി ഓഫ് സിറ്റുവേഷൻസ്. ഒരു വെറൈറ്റി ഓഫ് സിറ്റുവേഷൻ അല്ലെങ്കിൽ വ്യത്യസ്ത സിറ്റുവേഷൻസ് നമുക്ക് തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആക്ഷൻസ് നമ്മുടെ ആക്ഷൻസിനെ ഗൈഡ് ചെയ്യുന്നതായിട്ടുള്ള ഗ്ലോബൽ ബിലീഫുകളെയാണ് എന്ത് പറയുന്നത്? പൊതുവായ വിശ്വാസങ്ങളെയാണ് നമ്മൾ വാല്യൂസ് എന്നതുകൊണ്ട്
സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു കോൺസ്റ്റലേഷൻ ഓഫ് ലൈക്സ്, ഡിസ്ലൈക്സ്, വ്യൂ പോയിൻറ്റ്സ്, ഇന്നർ ഇൻക്ലിനേഷൻസ്, റാഷണൽ ആൻഡ് ഇറാഷണൽ ജഡ്ജ്മെൻറ്റ്സ്, പ്രിജുഡൈസസ് ആൻഡ് അസോസിയേഷൻ പാറ്റേൺ ദാറ്റ് ഡിറ്റർമിൻ എ പേഴ്സൺസ് വ്യൂ ഓഫ് ദ വേൾഡ്. ഒരു പേഴ്സൻ്റെ ലോകത്തോടുള്ള അയാളുടെ വ്യൂ പ്രതിഫലിപ്പിക്കുന്ന അയാളുടേതായിട്ടുള്ള ലൈക്സ്, ഡിസ്ലൈക്സ്, വ്യൂ പോയിൻറ്റ്സ്, ഇന്നർ ഇൻക്ലിനേഷൻസ് ആകാം, റാഷണൽ ആകാം, യുക്തിപരമായ ചിന്തയാകാം, ഇറാഷണൽ ജഡ്ജ്മെൻ്റ് ആകാം, പ്രിജുഡൈസസ് ആകാം, അസോസിയേഷൻ പാറ്റേൺ ആകാം. ഇതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം? വാല്യൂസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കാം. പിന്നെ നമ്മൾ വാല്യൂസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. അതിനുശേഷം ടൈപ്സ് ഓഫ് വാല്യൂസ് പറഞ്ഞു. 2 തരത്തിലുണ്ട്, ഇൻസ്ട്രുമെൻറ്റും ടെർമിനലും. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂസ് ആൻഡ് എത്തിക്സ്. ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.